നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന് നട്ടെല്ല് നൽകിയത് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മുൻ പ്രധാനമന്ത്രിമാരുടെയും സർക്കാരുകളുടെയും കീഴിലുള്ള വിദേശ നയത്തെ താരതമ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഇന്ത്യയുടെ ആദ്യത്തെയും ഇതുവരെയുള്ള ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിന്റെയും അതിനുശേഷം 11 വർഷം തുടർച്ചയായി പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ച് രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയും താരതമ്യം ചെയ്യാൻ അഭിമുഖത്തിൽ അമിത്ഷായോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഈ താരതമ്യം നടത്തിയത്. പ്രധാനമന്ത്രി മോദിയുടെ ഭരണകാലത്താണ് ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടായതെന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും മാത്രമല്ല ഇന്ത്യയുടെ വിദേശ നയം മുൻപ് നട്ടലില്ലാത്തതായിരുന്നു, അതിന് നട്ടല് നൽകിയത് മോദിയാണെന്നും അമിത്ഷാ പറഞ്ഞു. നെഹ്റുവിന്റെ കാലത്ത് ഇന്ത്യയുടെ വിദേശ നയത്തിൽ സുരക്ഷാ പ്രശ്നങ്ങളെക്കാൾ നയതന്ത്രത്തിനാണ് അമിത പ്രാധാന്യം കൊടുത്തിരുന്നതെന്ന് അമിത്ഷാ ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയുണ്ടായി. 2014 NDA സർക്കാർ അധികാരമേറ്റെടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഒരു ഭീകരാക്രമണം നടത്തിയപ്പോൾ 1 മാസത്തിനുള്ളിൽ ഇന്ത്യ ഉചിതമായി തിരിച്ചടി നൽകിയല്ലോ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ത്യക്കാരുടെ രക്തം ഇനി ചൊരിയാൻ കഴിയില്ല എന്ന് തങ്ങൾ വ്യക്തമായി അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീണ്ടും അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത്, നരേന്ദ്രമോദിയാണ് ഇതുവരെയുള്ള ഏറ്റവും ജനപ്രിയനായ പ്രധാനമന്ത്രിയെന്ന് ഇന്ത്യയെ ലോകവും താനല്ല ഇന്ത്യയെ ലോകവും വിശ്വസിക്കുന്നത് എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അങ്ങനെ ഇന്ത്യയുടെ വിദേശ നയത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, UN പൊതുസഭയെ നമ്മുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇക്കഴിഞ്ഞ ദിവസമൊക്കെ അഭിസംബോധന ചെയ്തപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ കുറിച്ചുള്ള വിമർശനങ്ങളെയും മാത്രമല്ല പാകിസ്ഥാന്റെ പ്രകോപനപരമായ പരാമർശങ്ങൾക്കും ഒക്കെ അദ്ദേഹം തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. കൃത്യമായ കുറിക്കുകൊള്ളുന്ന മറുപടികളാണ് വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴും അദ്ദേഹം നൽകുന്നത്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിദേശ നയം. അത് നിലപാടുള്ളതാണ്, ഉറച്ചതാണ്, നട്ടലുള്ളതാണ്. അമിത്ഷായുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ നട്ടലുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നെഹ്റു മുൻപ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായ വിദേശ നയത്തെക്കുറിച്ചും നമുക്കൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്ക് ഒരു മറുപടി കൊടുത്തിരുന്നു, പ്രതിപക്ഷ നേതാവിന്. അദ്ദേഹം ഒരുപക്ഷെ ഒരല്പ സർക്കാസത്തിലൂടെ അദ്ദേഹം പറഞ്ഞത്, വിദേശ നയം അല്ലെങ്കിൽ ഫോറിൻ പോളിസി എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ ചിലർക്ക് പക്വത വരികയുള്ളൂ എന്നാണ് ചിലരുടെ ഒരു ധാരണ. അങ്ങനെയുള്ളവർ ജോൺ എഫ് കെന്നഡിയുടെ പ്രസിഡൻസി കാലത്ത് അല്ലെങ്കിൽ പ്രസിഡൻസി കാലത്തെക്കുറിച്ച് എഴുതപ്പെട്ടൊരു ബുക്കുണ്ട്. അന്നത്തെ കാലത്തെ രാഷ്ട്രീയവും നയതന്ത്രപരവുമായ അടിയന്തരാവസ്ഥകളെക്കുറിച്ച് US വിദേശ നയ വിദഗ്ധനായിരുന്ന ബ്രൂസ് റീഡലിന്റെ ഒരു ബുക്ക്, JFK's Forgotten Crisis എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം വായിക്കാൻ ശുപാർശ ചെയ്തു, രാഹുലിനോടാണ് ശുപാർശ ചെയ്തത്. ബ്രൂസ് റീഡലിന്റെ പുസ്തകം ലളിതമായ ശൈലിയിൽ എഴുതപ്പെട്ടതാണ്. അതിൽ ഈ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്തെ പരിമിതികളെക്കുറിച്ചും ജോൺ എഫ് കെന്നഡിക്ക് ഇന്ത്യയോട് ഉണ്ടായിരുന്ന സൗഹൃദത്തെക്കുറിച്ചും 1962 നടന്ന ഇന്ത്യ ചൈന യുദ്ധത്തെക്കുറിച്ചും ഒക്കെ പരാമർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ജോൺ എഫ് കെന്നഡിയും കുടുംബവും ഇന്ത്യ സന്ദർശിച്ച ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു ഇൻസിഡന്റ്, അത് ആ ഒരു കാലത്ത് നെഹ്റു ജാക്കി കെന്നഡിയോടാണ് കൂടുതൽ താല്പര്യം കാണിച്ചത് എന്ന് പുസ്തകം സൂചിപ്പിക്കുന്നു. ഇവർ ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ സ്വാഭാവികമായും അമേരിക്കൻ എംബസി ജാക്കി കെന്നഡിക്ക് ഒരു പ്രത്യേക വില്ല വാടകയ്ക്കെടുത്തിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് നെഹ്റു അവർ പ്രധാനമന്ത്രിയുടെ വസതിയിലുള്ള ഗസ്റ്റ് സൂട്ടിൽ തന്നെ താമസിക്കണം എന്ന് അങ്ങോട്ട് നിർദ്ദേശിച്ചു. ആ സൂട്ട് മുൻപ് എഡ്വിന മൗണ്ട് ബാറ്റൺ നിരന്തരം ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവർക്ക് നെഹ്റുവുമായുള്ള ബന്ധം പല പുസ്തകങ്ങളിലും എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ആ ഒരു സന്ദർശനം തന്റെ പ്രസിഡന്റ്ഷിപ്പിലെ ഏറ്റവും മോശം സ്റ്റേറ്റ് വിസിറ്റ് ആണെന്ന് ജോൺ എഫ് കെന്നഡി അഭിപ്രായപ്പെട്ടതായും മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യ ചൈന യുദ്ധത്തിന് മുന്നോടിയായി നയതന്ത്ര ചർച്ചകൾക്ക് അമേരിക്ക സന്ദർശിച്ച വേളയിൽ നെഹ്റു ഈ ജോൺ എഫ് കെന്നഡിയുടെ 27 വയസ്സുള്ള സഹോദരി പാറ്റ് കെന്നഡിയോടാണ് ഏറ്റവും കൂടുതൽ ആകർഷണം പ്രകടിപ്പിച്ചത് എന്ന് ഒക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചരിത്രം പരിശോധിക്കുമ്പോഴാണ് നെഹ്റുവിന്റെ കാലത്തെ വിദേശ നയത്തിലെ പാളിച്ചകൾ പിന്നെ 2014 ശേഷം NDA ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം വിദേശ നയത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഉറച്ച നിലപാടുകൾ നമുക്ക് വേർതിരിച്ച് കൃത്യമായി അറിയാൻ സാധിക്കുന്നത്. അമിത്ഷാ ഈ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് വെറും തള്ളല്ല എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം.
ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.